എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് അറിയിപ്പാനുള്ള ലഘു സന്ദേശം, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഇത് സഭാഗോളിനകത്തെ യോഗവും കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗം രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളും ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാരും ആയതുകൊണ്ട് ആ നിലയിൽ അല്പസമയങ്ങൾ ഇന്ന് രാത്രി നമുക്ക് തിരുവചനം ധ്യാനിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ആഴമേറിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളാണ്. ഇതിൽ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിൻ്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. എന്തിനാ ഈ ലേഖനങ്ങൾ എഴുതിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി. പ്രാരംഭത്തിൽ 4 സുവിശേഷം യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശ്ലീകന്മാരുടെ പ്രവൃത്തി, അതാണ് അപ്പോസ്തല പ്രവൃത്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നുകൂടെ ഈ പുസ്തകത്തിന് പരിചയപ്പെടുത്താറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലും അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളാൽ അനേകർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇപ്പം കാണുന്നതെല്ലാം സഭയല്ല, സംഘടനയാണ്. വെളുത്തതെല്ലാം കൂടെ ഒരു സഭ, കറുത്തതെല്ലാം കൂടെ ഒരു സഭ, ഇരുനിറമെല്ലാം കൂടെ ഒരു സഭ, വിളറിയതെല്ലാം കൂടെ അത് സഭയല്ല. അതൊക്കെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നതാണ്. വെളുത്ത ആൾക്കാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു, കറുത്ത ആൾക്കാരെല്ലാം കൂടെ വഴിയില്ലാത്തടത്ത് കൂടിയിരിക്കുന്നു, ഇരുനിറമെല്ലാം കൂടെ വേറൊരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു. അതൊന്നും സഭയല്ല, അതെല്ലാം ഓരോ സംഘടനകളാണ്. സഭയെന്ന് പറഞ്ഞാൽ ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ പരിചിടുവാൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ രാജാധിരാജൻ വരും. ഇസങ്ങളി പാരിലില്ല, ഈശനെ പാരിടം ഭരിച്ചിടുമ്പോൾ. ഇസങ്ങളി പാരിലില്ല, ഈശനെ പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരെങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമീ ശാലേമിനനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിനനുഭവമാ. സഭകളന്നേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അതായത് ഒരു ചെറിയ പെശകുണ്ട്, എന്നാലും സുഖകരമാണ്. അപകളന്നേകമാകും എന്ന് പറഞ്ഞാൽ ഈ സംഘടനയ്ക്കകത്ത് ആ സഭ ഇരിക്കുന്നത്. നമ്മൾ ഈ ബോർഡ് എഴുതി വെച്ചൊന്നും സഭയല്ല, ഇതിനകത്താ സഭ. സഭ മർമ്മമാണ്. നമ്മൾ മുഴുത്ത ബോർഡ് എഴുതി ഇവിടെ വാതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സഭയാ, അത് നമ്മുടെ സഭയാ, ദൈവത്തിൻ്റെ അല്ല. മനസ്സിലാകുന്നില്ല, പിന്നെ വീട്ടിൽ പോയി മനസ്സിലായിക്കോളൂ. അപ്പം ഇത് സംഘടനകളാ, സഭ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. അപ്പം ആ ഉദ്ദേശത്തിലാണ് ഉദ്ദേശം എഴുതിയത്.
സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്തുകാർ, റോമാക്കാർ പെന്തക്കോസ് വേർപാടും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്തുകാർ, റോമാക്കാർ പെന്തക്കോസ് വേർപാടും. പിന്നെ CSIയിലെത്തിനും ലണ്ടനും ചർച്ചിലും യേശുവിൽ ഒന്നാകും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടവരൊന്നാകും. കാരണം ഈ ബ്രദറിലും ബെന്തിക്കോസിലും യാക്കോബ, മാർത്തോമ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാം ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. ആള് കളിച്ച് കയറി ഇരിക്കുക. ഞങ്ങളുടെ അപ്പച്ചൻ തുടങ്ങിയതാ, വല്യപ്പച്ചനാണെന്ന് സ്റ്റാർട്ടിങ് ഞങ്ങളുടെ സ്ഥലത്താ സഭ. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്നില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. കർത്താവിന് ഹൃദയം കൊടുത്ത് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അതിന് കാശ് മുടക്കൊന്നുമില്ല, പണച്ചെലവില്ല, തീർത്ഥയാത്രയും തീർത്ഥാടനം ഒന്നും നടത്തണ്ട, കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും ഓടുകയൊന്നും വേണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് എൻ്റെ യേശുവേ, ഞാൻ ഒരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തം എൻ്റെ പാപം പോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതുകൊണ്ട് അവിടെ രക്ഷ കിട്ടും, ഇവിടെ രക്ഷ കിട്ടും. കുമ്മനാട് സൈഡിൽ ചെന്നാൽ രക്ഷപ്പെടാം, ചെറുകോല് സൈഡിൽ ചെന്നാൽ രക്ഷപ്പെടാം, പുനലൂർ ചെന്നാൽ രക്ഷപ്പെടാം, കൊല്ലം സൈഡിൽ ഇപ്പം രക്ഷ കണ്ടമാനമുണ്ട്. കോട്ടയത്തുണ്ടായിരുന്ന ജാതമ്മ ഇല്ലയോ? പിന്നെ ശാന്തമ്മ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ശാന്തമ്മ ഇരിക്കുക. പണ്ടുണ്ടായിരുന്ന കരിമ്പിൽ മത്തായി, കഞ്ഞിക്കൊടി തോമ, പണ്ടുണ്ടായിരുന്ന കൂടാരപ്പള്ളി തൊമ്മൻ, 5 വെപ്പിച്ചേച്ച് പോയ പുള്ളി. അവരെല്ലാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്താ അതുങ്ങൾ. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. ക്രിസ്തുവിൽ കൂടി അല്ലാതെ രക്ഷയില്ല. നീ കുരിശൻ തൊട്ടി പണിത് കൊടുത്തുകൊണ്ടോ, പള്ളി പണിത് കൊടുത്തുകൊണ്ടോ, പെന്തിക്കോസ് സ്കൂള് പണിത് കൊടുത്തുകൊണ്ടോ, ഉപദേശിയുടെ മോനായതുകൊണ്ടോ, അച്ഛനും മെത്രാച്ചനും കപ്പിയാരും കശീശനും ചെമ്മാച്ചനും ഒക്കെ നിങ്ങൾ കുടുംബത്തിലുള്ളത് കൊണ്ടോ, കന്യാസ്ത്രീ കുടുംബത്തിലുള്ളത് കൊണ്ടോ, പള്ളിക്ക് തലം കൊടുത്തത് കൊണ്ടോ, നേർച്ച ഇട്ടത് കൊണ്ടോ, സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടോ, ഉപദേശിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടോ, ഉപദേശിമാരെ സൽക്കരിച്ചത് കൊണ്ടോ, അതൊക്കെ നല്ല കാര്യമാണ്. പാൻ മേടിച്ച് കോളിലിട്ടത് കൊണ്ടോ, സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകാൻ ദയ്യം വെച്ച വ്യവസ്ഥ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ആ രക്ഷിതാവാകുന്ന ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകാവൂ. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരു ജീവ പുസ്തകത്തിൽ ഉണ്മയായെന്നും എഴുതിടുമേ. നിൻപേരു ജീവ പുസ്തകത്തിൽ ഉണ്മയായെന്നും എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. പാപം വ്യാധിയെയും എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ഘോരകുരിശിൽ ചുമന്നു
നിന്നെ സൗഖ്യമാക്കീത അടിപ്പിടരാ കുരിശിൽ ചുമന്നു എന്നെ സൗഖ്യമാക്കീത അടിപ്പിടരാൻ വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകോസമോ അതൊന്നും പാതെ മയക്കും നിന്നെ ഉലകമായ അഴകോസമം അതൊന്നും പാതെ മയക്കും നിന്നെ മരണം ഒരു നാൾ വന്നിടുമേ മറക്കയേ രക്ഷകനേ മരണമൊരു നാൾ വന്നിടുമേ മറക്കവേ രക്ഷകനേ വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അപ്പോൾ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു. ആ സുവിശേഷത്താലല്ലാതെ മാനവജനതയ്ക്ക് രക്ഷയില്ല. അപ്പം അങ്ങനെ സുവിശേഷം കേട്ട് ഈ മാർഗത്തിൽ വന്ന പ്രിയപ്പെട്ടവരാണ് ദൈവസഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്നവരുടെ കൂട്ടത്തെ പൂർണ്ണ രക്ഷയിലെത്തിക്കണം. സാധാരണ നമ്മളെ പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് ത്രികാലമാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവീൻ, രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവകുഞ്ഞുങ്ങൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുവീൻ. അനുദിന ജീവിതത്തിൽ പാപം, പാപത്തിൻ്റെ ചിന്ത, പാപ വഴി, പാപ പ്രകൃതി, പാപരീതി അതിനോടെല്ലാം ജയിച്ചു പൊക്കോണം. അങ്ങനെ അതിനെല്ലാം തരണം ചെയ്ത് രക്ഷിക്കപ്പെടുവീൻ. അങ്ങനെ വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ ഒടുവിൽ നീ രക്ഷിക്കപ്പെടും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അന്ന് പൂർത്തീകരിക്കും രക്ഷ എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ എടുത്തുകൊണ്ട് പോകും. അതൊരു സന്തോഷമില്ല. ചിലരുടെ നോട്ടം ഇരുപ്പം കണ്ടിട്ട് ഓക്കെ അന്നേ പോവാം അല്ലേ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അഴല് മറിച്ച് കടന്ന് തുള്ളണം. യേശുക്രിസ്തു വീണ്ടും വരും. ഒരിക്കൽ വന്നതാ. എന്തിന്? പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അതെപ്പോഴാ വന്നത്? കന്യാസൂനുമായിട്ട് ഇവിടെ അവതരിച്ചു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കന്യക ഗർഭിണിയായി, മറിയം ഗർഭവതിയായി, ഉദരത്തിൽ കുഞ്ഞുരുവായി, പ്രസവകാലം തികഞ്ഞു, ക്രിസ്തുവേശുവിനെ പ്രസവിച്ചു. തിരുപ്പിറവി. ആ തിരുപ്പിറവി കൊണ്ട് മാനവജനതയ്ക്ക് ഒത്തിരി നേട്ടങ്ങളും ഉണ്ടായി. ആ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആ ഭാഗം ക്ലിയറാക്കി എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേര്. സബ്ജക്റ്റ് അല്ലെങ്കിലും തോട് കുറിക്ക്. ലൂക്കോസ് ഇല്ലേ? അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു.
അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. ആ, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. ആ, അവർ ഭയപരവശരായി തീർന്നു. ആ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, ആ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ആ. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കർത്താവിന് മഹത്വം കൊടുക്ക്. കന്നി മരിക പെറ്റ പൈതലേ, കന്നി മരിക പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകാതലേ, ബേദലഹേ പട്ടണത്തിൽ ജാതലേ, ബേദലഹേ പട്ടണത്തിൽ ജാതലേ. മക ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേദലഹേ പട്ടണത്തിൽ ജാതലേ, ബേദലഹേ പട്ടണത്തിൽ ജാതലേ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേദലഹേ പട്ടണത്തിൽ ജാതനേ. ശാസ്ത്രികളോട് തീർത്ത ബാലനെ, ശാസ്ത്രികളോട് തീർത്ത ബാലനെ, ധാത്രി ദാരിദ്രി തന്നിൽ, ധാത്രി ദാരിദ്രിനെയും ചേർത്ത മനുവേലനെ, ബേദലഹേ പട്ടണത്തിൽ ജാതനേ, ബേദലഹേ പട്ടണത്തിൽ ജാതനേ. അപ്പൊ നിങ്ങൾക്കായിട്ടൊരു ശിശു ബേദലഹേമിൽ ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് മാനവജനതയ്ക്ക് ഒത്തിരി സവിശേഷത, ഒത്തിരി വിശേഷതയുണ്ടായി. ഒന്ന്, എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ലെങ്കിൽ ഒരു സൂചന, സുവിശേഷവും കൂടാണല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ ജനനം, അല്ലെ ഒറ്റ വാക്കി പറഞ്ഞ സുവിശേഷത്തിൻ്റെ സവിശേഷത. സവിശേഷത സുവിശേഷത്തിനേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഒരു സവിശേഷത ആ കണ്ണിക പഠിക്കുമ്പോൾ കാണാം. ഒന്ന്, ഇരുട്ട് മാറി. കാരണം ഈ സംഭവം രാത്രിയിലാണ്. അങ്ങനെ ഒരു പദമില്ലയോ ദൈവദാസന്, രാത്രിയിൽ. ആ പദം മാത്രം വച്ചേ, രാത്രിയിൽ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട. നല്ല രാത്രി എന്നൊരു പദം ഉണ്ടല്ലോ ആ കണ്ണിക്കകത്ത്. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രി 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 ആ അപ്പോൾ അവിടെ ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. പക്ഷെ രാത്രിയിലാണ് സംഭവം നടക്കുന്നെങ്കിൽ ഒരു മിന്നല് വെളിച്ചം ഉണ്ടായി. അപ്പം അത് ഒറ്റ വാക്കി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത ഇരുട്ട് മാറി. ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. നിന്റെ ഹൃദയത്തിനകത്തേക്കുന്ന ഇരുള് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരണം. ഈ ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഇതൊക്കെ ഇങ്ങനെ അരിച്ചം കയറിയായിരിക്കുന്ന മോൻ കാണുമ്പോൾ അറിയാം. ഒരു സന്തോഷമൊന്നുമില്ലല്ലോ, ഇല്ല. ഞാൻ വന്നപ്പം മുതൽ നോക്കണ്ട, ആരാണ്ടോടെല്ലാം തോപ്പിച്ച് വന്നിരിക്കുക. ചിലർ വെളുത്തന്നേ ഉള്ളൂ, യാതൊരു ചൈതന്യവും ഇല്ല. ചില വെളുത്തന്നല്ലാതെ മോൻ കാണുമ്പോൾ അറിയാം. ഞാൻ പറയാനുണ്ട്, ഒന്നാതെ എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കളറില്ല, അതുകൊണ്ടുള്ള കളറിൽ സന്തോഷിച്ചിരുന്നോണം, നല്ല തൃപ്തിയോടിരിക്കണം. ഹൃദയത്തിനകത്ത് നിന്ന് ഈ ദുശ്ചിന്തയും പകയും കോപവും ക്രോധവും ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ച് ദിവ്യ വെളിച്ചമാകുന്ന യേശു അകത്തോട്ട് വരണം. അകത്തിരിക്കുന്ന ഇരുള് മാറണം. അപ്പോൾ സുവിശേഷം തന്നെ സവിശേഷത, ഒന്നാമത്തെ സവിശേഷത ഇരുട്ട് മാറ്റും. കാരണം സുവിശേഷം വെളിച്ചമാണ്.
നമ്മൾ ഇപ്പം അങ്ങനെ എല്ലാവരും ഒന്നും വെളുപ്പിനെ പാട്ട് പാടി പ്രാർത്ഥിക്കത്തൊന്നുമില്ല ബന്ധിക്കോസുകാർ. പിന്നെ ഇതുപോലെ തല നനച്ച ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഏതായാലും അധികം നാൾ കാണുകയെന്നോർത്ത് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് മിക്കയിടത്തും അങ്ങനെ വല്യപ്പന്മാരും ഇനിയിപ്പം അധികം നാളൊന്നും കാണുകയല്ലെന്നാൽ ഇനി രാവിലെ എഴുന്നേറ്റ്. അല്ലാതെ കൊച്ചുങ്ങളെ എന്നും വിളിച്ചാൽ കൊച്ചുങ്ങൾ മരുമക്കൾ ഒട്ടും വരികൾ. അവളിങ്ങനെ മൊബൈൽ തോണ്ടി മാന്തി 2:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. അവളെ വെളുപ്പിനെ വിളിച്ചാൽ അവൾ വരുമോ? കൊച്ചമ്മ സത്യം പറ. പിന്നെ തന്നെ ഇരുന്ന് പാട്ട് പാടുകയുള്ളു. അപ്പം വെളുപ്പിനെയൊക്കെ പാട്ട് പാടുമ്പോൾ ഒരു പാട്ടുണ്ട്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത് വെളിച്ചത്തിൻ അടുത്തല്ല കേക്കട്ടെ, അടുത്തല്ല എന്നോട് അടുത്തേ. യോ ഇത്രയിലും ഒപ്പിച്ച എങ്ങനെയാന്നല്ലേ? പഴയ പാട്ടാ, വെളുപ്പിനെയൊക്കെ പാടുന്നതാ. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത് വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം. ഇരുട്ടൊഴിഞ്ഞ വേനയിൽ അതാരാ പാടുന്നേ? കൈപൊക്കിക്കേ. വിധം നമ്മിലുദീക്ക്. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. എഴുന്നേറ്റ് നിൽക്കുക, അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ. 2:30 യോറും നിന്ന് ചിരിക്കുക, കണ്ടു പഠിക്കുക. അതിനടുത്ത് കൂട്ടാനും തന്നെ ഇരിക്കുമ്പോൾ പാട്ടുമൊക്കെ പഠിച്ച് ഇങ്ങനെ പാടണം. മനസ്സിലായോ? എന്തോ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഈ മൊബൈൽ മാന്തിയും തോണ്ടി പന്നി മാന്തും പോലെ അങ്ങ് മാന്തുക. ആ നേരം കൊണ്ട് 2 പാട്ട് പഠിക്കുക. നേരത്തെ ബ്രദർ സഭയിലായിരുന്നോ സഹോദരി? എഴുന്നേറ്റ് ഒന്നുകൂടെ കാണട്ടെ. അതാ ആയിരുന്നോ? എവിടെ? അല്ല ഗുണമുള്ളതാ. ദൈവം അനുഗ്രഹിക്കട്ടിരിക്കും. സ്തോത്രം. ഏത് പാസ്റ്ററുടെ? പാസ്റ്റർ എന്തിയാ കാണട്ടെ? എന്തിയാ പാസ്റ്റർ കാണട്ടെ? എഴുന്നേറ്റ് ഒന്ന് നിൽക്കുക. അതിന് നാണക്കാട്. പിന്നെ നിങ്ങൾ നാണവാ. ദൈവം ഇതുപോലെ ഒരെണ്ണത്തിനെ കിട്ടിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കിട്ടുകാന്ന ഇങ്ങനത്തിനൊക്കെ കിട്ടണം ഓരോരുത്തർക്ക്. ചുമ്മാ വൈക്കൻ്റെ പുറകെ അരിച്ചാക്കിരിക്കുമ്പോൾ കയറിയിരിക്കുക, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിരാശപ്പെടുമെന്ന് വേണ്ട സമയമുണ്ട്. പാട്ടൊക്കെ പഠിച്ച് പാടി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ആ പാട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രയോഗം, വെളിച്ചമാം യഹോവ നമ്മിൽ ഉദിക്കണം. അപ്പോൾ ഹൃദയത്തിനകത്ത് ഇരുള മാറണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് വരണം. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട. ആമേ രക്ഷ തപ്പി കിഴക്കോട്ട് പോകണ്ട. ഇനിയിപ്പോൾ പോക്ക് നടക്കുമോ എന്നുള്ളത് പിന്നത്തെ വിഷയം, അതവിടെ നിൽക്കട്ടെ. പടിഞ്ഞാട്ട് ഓടണ്ട, അവിടെയും രക്ഷയൊന്നുമില്ല. തെക്കും വടക്കുമൊന്നും രക്ഷയില്ല. രക്ഷ നിന്റെ സമീപത്താണ്. ഇന്ന് രാത്രി നിന്റെ സമീപത്താ രക്ഷ. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട. ആമേ രക്ഷ സമീപത്താ. രക്ഷകൻ ക്രിസ്തുവാ. യേശു ക്രിസ്തുവിൽ കൂടി ആ രക്ഷ. ഇന്ന് രാത്രി രക്ഷകനെ ഏറ്റെടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകാവൂ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം.
നീ ഇങ്ങനെ വീരസ്യവും പാരമ്പര്യം പറഞ്ഞ് തോമാശ്ലീഹ പെരുമ്പട്ടി വന്നു, ആ കൂടെ ചുങ്കപ്പാറിലും വന്ന്, ഏരിയയിലേ വന്നില്ല, കേരളത്തിൽ പോലും വന്നില്ല, അത് വേറൊരു വിഷയം. എന്നാലും കീർവാണം ഇവിടെ പറഞ്ഞ് കിടക്കുക. അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. സ്തോത്രം. സ്വർഗത്തിൽ പോണേ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനായി ഇങ്ങനെ ബന്ധപ്പെട്ട് യോഗങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഗോത്രകാഴ്ച കൊടുത്തു. ഗോത്രകാഴ്ച ഉണ്ടായിരുന്നു, അത് കൊടുത്ത് അത് കയ്യിൽ പറഞ്ഞവരെ, അല്ലാതെ വലിയ മുടക്കില്ലല്ലോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനേ. വേറെ യാതൊരു നിയമാവലി ഇവിടെ ഇല്ലല്ലോ. വെളുപ്പിനെ വരണം, വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടുവരണം, വന്നേച്ച് അത് ഓരോരുത്തർക്ക് ഓരോ രീതി, അതൊന്നും ഇവിടെ ഇല്ല. ആദ്യം ഇന്ന ആൾക്കാരൊക്കെ കൈ പൊക്കണം, അത് കഴിഞ്ഞേച്ച് ഇന്ന ആൾക്കാർ പൊക്കാവും. ആദ്യം കുറച്ച് പേര് മെയിൻ ആൾക്കാരകത്തോട്ട് കയറി വരണം, അവർക്ക് രക്ഷ കൊടുത്തേച്ച് പിന്നെ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് അങ്ങനെ വല്ലതും ആണോ? ആർക്കും കരമുയർത്തി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവിയിൽ മാനവജനതയ്ക്ക് കൈവന്ന നേട്ടങ്ങളിൽ ഒന്ന് ഇരുട്ട് മാറി. ഒന്ന്, ഹൃദയത്തിനകത്ത് ഇരുട്ട് മാറണം. രണ്ട്, നിന്റെ വീട്ടിനകത്ത് ഇരുട്ട് മാറണം. നിന്റെ വീട് അന്ധകാര നിബിഡമാണെങ്കിൽ നിരാശപ്പെടണ്ട. ഇന്ന് രാത്രി ദിവ്യ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീടിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. എത്ര വീടുകളുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. അരാജകത്വം നടമാടി ആമ അതപ്പതിച്ച്, എൻ്റെ ഭാഷ പറഞ്ഞ അസ്തമിച്ച് മുടിഞ്ഞു മുണ്ടക്കോല് തല്ലിയ വീടുകളുണ്ട്. പക്ഷേ സുവിശേഷം വന്ന്, സുവിശേഷം കേട്ട്, സുവിശേഷം വീട്ടിലോട്ട് വന്ന് ആ ഭവനത്തിൻ്റെ സ്ഥിതിക്കൊക്കെ ദൈവം മാറ്റം വരുത്തി. ഇന്ന് രാത്രിയിലും യേശു ജീവിക്കുന്നു. അതുകൊണ്ട് അയ്യോ എന്നെ പരുവക്കേടാ, എല്ലാം നഷ്ടമായി, അയ്യോ ഇനിയിപ്പം ഈ പിന്നെ ചുങ്കപ്പാറ നിന്നാൽ രക്ഷപ്പെടുകയല്ല. നീ ചുങ്കപ്പാറ തന്നെ രക്ഷപ്പെടും, അല്ലെ അത്തിയാലോ പെരുമ്പട്ടിയോ ഏതായാലും ഈ അടുത്ത ഏരിയ അല്ലേ. ഇനി മൂടിയിലാണെങ്കിലും ഞങ്ങളെ മൂടി താമസിക്കുന്നുണ്ടൊരു അതിൻ്റെ ബന്ധനങ്ങൾ, അവിടെ തന്നെ ദൈവം തന്നെ ഉയർത്തും. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരും. നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ അരാജകത്വം ഇന്ന് രാത്രി യേശു മാറ്റും. നാളുകളായി നിന്റെ കുടുംബത്തിൽ അന്ധകാര ശക്തി നടമാടുകയാണെങ്കിൽ നിരാശപ്പെടണ്ട. ഇന്ന് രാത്രി വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് വന്നാൽ സകല അന്ധകാരവും മാറും. ഹല്ലേലൂയ. നമ്മള് അത് ആ പാട്ട് എല്ലാവർക്കും അറിയാം, എപ്പോഴും പാടുന്ന. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോ. അതും അറിയാൻ മേലാത്തവരിപ്പോണ്ട്. ഇനിയിപ്പം പണ്ട് CK ദാനിയേലപ്പച്ചൻ പറഞ്ഞ പോലെ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. അതും അറിയാൻ മേല, അറിയാവുന്നവരങ്ങ് പാട്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലാകുമ്പോ, ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലാകുമ്പോ. രാത്രി ദിവ്യ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീടിന്റെ അന്ധകാരം മാറും. അതുകൊണ്ട് അന്ധകാരമാണെന്ന് പറഞ്ഞ് വസ്തുവും വീടും വിറ്റേച്ച് കുമ്പനാട്ടോട്ട് പോകണ്ട. അവിടെ ചെന്നാൽ ഇനിയിപ്പോൾ ശരിയാവുക. കുമ്പനാടും പുനലൂരും മുളക്കുടയിലും ഒന്നുമല്ല. മുളക്കുടയ്ക്ക് പണ്ട് പഴമക്കാർ പറഞ്ഞത് ലഗിയോൻ കുന്നെന്നായിരുന്നു, പിന്നെ അത് സിയോൻ കുന്നാക്കിയെന്നൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് കുമ്പനാട് അങ്ങോട്ട് ചെന്നാലും രക്ഷ കിട്ടുമല്ലേ, അവിടെ ആ വെളിച്ചം. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വെളിച്ചം നിൻ്റെ വീട്ടിൽ വന്നാൽ അവിടെ അങ്ങ് വെളിച്ചം ആകുക. നിൻ്റെ വീടിനെ കുമ്പനാടാക്കാൻ ദൈവത്തിന് കഴിയും, നിൻ്റെ വീടിനെ മുളക്കുടയാക്കാൻ ദൈവത്തിന് കഴിയും, നിൻ്റെ വീടിനെ പുനലൂരാക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി
ഈ പിള്ളേരേതാ? എടാ അവിടെ ഇരി. അപ്പൊ ശ്രദ്ധിക്കുക, സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തുവേശു നിന്റെ വീട്ടിൽ വരണം. അങ്ങനെ ആണെന്നല്ല കർത്താവ് പറഞ്ഞ, ഇന്ന് ഈ വീടിന്, നിന്റെ വീടിന് രക്ഷ വരണമെങ്കിൽ യേശു വീട്ടിൽ വരണം. യേശുവിനെ ഇന്ന് രാത്രി വീട്ടിൽ കൊണ്ടുപോകണം. ക്ഷണിച്ചാ വരും, സൂക്ഷം വന്നിരിക്കും. അങ്ങനെ ആണെന്നല്ല നമ്മൾ വചനം പഠിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റിട്ട് 2 പേർക്ക് വിശ്വാസം വന്നില്ല. ഒരുത്തൻ്റെ പേര് കളയോപ്പ വന്ന, മറ്റവൻ്റെ പേരെന്നാന്ന് എഴുതി, പേരെന്തുവാ, ഒരു ശിഷ്യനാ. രണ്ടും കൂടി ഇങ്ങനെ തർക്കിച്ചും മാതിച്ചും ഒരുത്തൻ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ്. മിണ്ടാരിക്കട, ചുമ്മാ അയാൾ ജീവിച്ചപ്പോൾ അയാളുടെ പറഞ്ഞെന്നോർത്ത് ഉടനെ അതങ്ങ് ഇതൊക്കെയായി തർക്കിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് മറിയ കണ്ടച്ച, അവളങ്ങനെ പലതും കാണും, അവൾ പണ്ട് മുതലേ അങ്ങനെ ഇല്ല ചാ, മറിയ കള്ളം പറയില്ല. അവൾ ആര് പറഞ്ഞു? നിനക്ക് അവളെ നന്നായിട്ട് അറിയാവോ? തർക്കിക്കുകയാണ്. അപ്പം മറ്റവൻ പറഞ്ഞ്, അല്ല പുള്ളി ജീവിച്ചിരുന്ന പറഞ്ഞായിരുന്നു, യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ എന്ന പോലെ മനുഷ്യപുത്രൻ ഇരിക്കും, യോനായെ ഛർദ്ദിച്ചല്ലോ എന്ന് പറഞ്ഞ പുത്രൻ ഉയർക്കും. ഇങ്ങനെ അങ്ങ് തർക്കിക്കുക. യെരുശലേമിൽ നേരെ എമ്മൗസിലോട്ട് പോവുക, താഴോട്ടിറങ്ങി പോവുക. അപ്പം ഇങ്ങനെ തർക്കിച്ച് മാതിച്ചുമ്പോൾ യേശു കൂടെ ഒന്ന് നടന്നു, ചേർന്ന്. അപ്പം ചേർന്ന് നടന്നിട്ട് യവന്മാരുടെ സംസാരം യേശു ശ്രദ്ധിച്ചു. അപ്പം ഈ തർക്കവും മാതവും തർക്കവും മാതവും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മിശിഹായി ചോദിച്ചു, നിങ്ങളെന്തുവാ കുറേ നേരമായല്ലോ? അത് ചോദിച്ചു, പരദേശിയായിട്ടിരുന്നിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പം ചോദിച്ചു, എന്തുവാ? അയ്യോ ഞങ്ങൾ ഒരുത്തൻ്റെ കൂടെ നസറായൻ 2-3 കൊല്ലം വള്ളവും മലയെല്ലാം ഇട്ടേച്ച് ഞങ്ങൾ നടന്ന കാലത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഓരോ വട്ടം അപ്പമൊക്കെ ഇടയ്ക്ക് കിട്ടുമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ പോയത്. പക്ഷേ പുള്ളി ഊതന്മാർ പിടിച്ച് റോമാക്കാർ ഉപദ്രവിച്ച് പുള്ളിയെ കൊന്നു, കോശി മരിച്ചു. പിന്നെ പുള്ളി ഉയർത്തെന്നും പറഞ്ഞ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങളെ പറഞ്ഞ്, പെണ്ണുങ്ങളാണല്ലോ ഇതെല്ലാം ഒപ്പിക്കുന്നത്, പെണ്ണുങ്ങളെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, ഭ്രമിപ്പിച്ചു. അപ്പോൾ കർത്താവ് തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകത്തിലും തിരുവെഴുത്തുകളിലുള്ളതെല്ലാം തെളിയിച്ചങ്ങോട്ട് കൊടുത്ത് അവരുമായിട്ട് നടന്ന്. അപ്പോൾ ഏതാണ്ട് സന്ധ്യയാകുക. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവ് മുൻപോട്ട് പോകുന്ന ഭാവം ഒന്ന് കാണിച്ചു. അപ്പോൾ ഒരുത്തന്നെ ബോധമുള്ളവനാണ്. അന്നേരം അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇപ്പം നേരം വൈകി അസ്തമിക്കല്ലോ, ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ പാർക്ക് ക്ഷണിക്കണം. ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിൻ്റെ സന്ധ്യാസമയം അടുത്തിരിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ സന്ധ്യ അടുത്തിരിക്കുക. പണ്ടൊക്കെ പ്രായമുള്ളവരാ മരിക്കുന്നത്. ഏതാ പൊട്ട. ഇപ്പം പ്രായമുള്ളതെല്ലാം ഇരിക്കുക, മരിക്കുകയല്ല. പണ്ടൊക്കെ പ്രായമുള്ളതങ്ങ് ഇരിക്കുക, മരിക്കും. പടപടാന്ന് പ്രായമുള്ളത് 88, 90, 92 ഒക്കെ അങ്ങ് മരിക്കുക. ഇപ്പം 100, 102, 108 ഒക്കെ അങ്ങ് ഇരിക്കുക. മരിക്കുന്നതെല്ലാം ചെറുപ്പക്കാരാ. പേപ്പർ വായിച്ചില്ല, കുഴഞ്ഞു വീണ് 38, 40, 42, 50, പിന്നെ കീപ്പോട്ട്. പിന്നെ കൊച്ചു ആൺപിള്ളേരാണെങ്കിൽ അപ്പനും അമ്മയൊക്കെ ഗൾഫിലൊക്കെ ചെന്ന് ഇച്ചിരി കാശ് കിട്ടി. അപ്പോൾ യവനിവിടെ കിടന്ന് പാള പോലൊരു മൊബൈലും അങ്ങനെ ലോപ്പിച്ച്. എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വിധം വണ്ടിയുണ്ട്, പുറകിരുന്നാൽ നമ്മൾ വലിയ കൊമ്പത്തിരിക്കും പോലെ തോന്നും. എന്താ അതിൻ്റെ പേര്? എന്നതാ, ലൂക്കോ? കണ്ടിട്ടില്ലേ വണ്ടി? ഒരുത്തൻ പുറകിരുന്ന അവൻ യവനേക്കാളും നല്ല കളരത്തിലായിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒരുത്തൻ വണ്ടി ഓടിച്ച് വന്നു, ഒരു കുനിച്ചിലും ഒരു പോക്കും കൂടെ. അപ്പോൾ സൂക്ഷം ചെന്ന് പാണ്ടിലോട്ട് അടിയിൽ കയറുക. ഇത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. നമ്മൾ പിന്നെ ഫ്യൂണറിൽ പറയും, ആട്ടെ സ്വാമിനെ ദൈവം തൻ്റെ തിരുസന്നിധിയിൽ ചീർക്കപ്പെട്ടു. അവൻ പോയത് അഹങ്കരിച്ച് ഇതിനടിയിൽ കൂടെ ചെന്ന് കയറിയറാ സാമൻ. കാളക്കൊമ്പ് പോലെ 2 കൊമ്പ് മിററാ. ഊച്ചൻ ചെന്ന് കയറുക.
അപ്പോൾ പെടുമരണങ്ങൾ നടക്കുക, കുടഞ്ഞു വീണ് മരിക്കുക. എന്നും പേപ്പർ വായിച്ച സങ്കടം തോന്നും. ചെറുപ്പക്കാർ പിള്ളേർ അപകടത്തിൽപ്പെട്ട് മരിക്കുക, സങ്കടം തോന്നും. അതുകൊണ്ട് ഞാൻ കൊച്ചു പിള്ളേരോട് പറയാം, ചെറുപ്പക്കാർ ബൈക്കൊക്കെ ഓടിക്കുന്ന സഹോദരന്മാരുണ്ട്, സ്നേഹബുദ്ധിയാണ് പറയുക, നീ ഒരുമാതിരി മര്യാദയ്ക്ക് പോകാവും. നിനക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇളക്കം ഉള്ളതാണ്. ദൈവത്തെ ഓർത്ത് നീ കുറച്ച് നാളുകൂടി ഇരിക്കേ. നിന്നെ ഈ പ്രായത്തിൽ കൊണ്ടുവരാൻ നിൻ്റെ അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്നെ കൂടി ഒരു നന്മ, ഇനി അവർക്ക് നന്മ ഉണ്ടാകില്ല, നീ നന്മ ഒന്ന് പ്രാപിക്കരുത്. നീ സമയത്തിന് മുന്നേ പോകരുത്. പട്ടം പ്രാർത്ഥിച്ചു, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്ത് കളയരുത്. അതുകൊണ്ട് ഒത്തിരി അഹങ്കാരവും നിങ്ങളുമൊക്കെ അങ്ങ് നിർത്തേ. സ്തോത്രം. അപ്പൊ ഏറെ സമയത്തും മരണം പിടികൂടും. അപ്പൊ ജീവിതത്തിന്റെ സന്ധ്യാസമയം പലർക്കും അടുത്തിരിക്കുക. അങ്ങനെ സന്ധ്യാസമയം അടുത്തെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ ക്ഷണിച്ച് ഏറ്റെടുത്ത് തിരിച്ചു പോകാം. നേരം വൈകി അസ്തമിക്കുക, ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ പാർക്കണം. ക്ഷണിച്ചപ്പോൾ യേശു ചെന്നു, അവരുമായി ഭക്ഷണത്തിനിരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കയിൽ അവർ അവനെ അറിഞ്ഞണ്ട. ഞാൻ പണ്ടൊരു പ്രസംഗം കേട്ടു, എനിക്ക് തോന്നുന്നു സാറപ്പച്ചൻ്റെ പ്രസംഗമാണെന്നാണ് തോന്നുന്നത്, എവിടെയോ കേട്ടതാ. അപ്പം സാറപ്പച്ചൻ പ്രസംഗിച്ചപ്പം പറഞ്ഞത്, പഴയ അപ്പച്ചന്മാരല്ല അത് പറഞ്ഞതാ, സാറപ്പച്ചൻ പറഞ്ഞതാ ഞാൻ കേട്ടത്. അത് നേരിട്ട് കേട്ടതല്ല, ഇല്ല ഇതുണ്ടല്ലോ CD അല്ല, കാസറ്റ് പഴയ. അപ്പോൾ യഹൂദൻ്റെ ആചാരമനുസരിച്ച് അതിഥിയെ പിടിച്ച് നടുക്കിരുത്തിയേച്ച ഭക്ഷണം വിളമ്പുന്നത്, അല്ല അതിയെ ചായ്പിനകത്ത് ഇട്ടേച്ച് അവരെല്ലാം കൂടെ പറയുന്നത് കഴിക്കുകയല്ല. നമ്മുടെ വീട്ടിൽ അതിഥി വന്നാൽ അന്നായിരുന്നു നാട്ടൊക്കെ കഴിക്കുക. നിങ്ങളിരിക്കുന്നില്ല, ഞങ്ങൾ പിന്നിരുന്നതാണ്. ഇനിയും വേണോ? എന്നാണ്ട ചായ്പിനപ്പുറം ഒരു മുറി കണ്ടോട്ട് പൊക്കും. നമ്മുടെ നടപ്പായിരിക്കും, എന്തും ആയിക്കോട്ടെ. അവരുടെ ആചാരം അങ്ങനെ അതിഥിയെ നടുക്കിരുത്തി. അതിഥിയെ നടുക്കിരുത്തിയിട്ട് അപ്പം അതിഥിയുടെ കയ്യിൽ കൊടുക്കുവന്ന അതിഥി വേണം ഇത് സ്തോത്രം ചെയ്ത് നുറുക്കാൻ. തിരുമേശയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. അപ്പം നുറുക്കുന്ന പറഞ്ഞ അപ്പം ഈ അപ്പമെടുത്ത് നുറുക്കുകയിൽ അവർ അവനെ അറിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ കേട്ട പ്രസംഗം, അപ്പം ഇങ്ങനെ എടുത്ത് നുറുക്കിയപ്പം ഇപ്പറ ഇരുന്ന ക്ലയോപ്പാവ് ആണിപ്പഴുത് കണ്ടു, ഇപ്പറ ഇരുന്ന ശിഷ്യനും ആണിപ്പഴുത് കണ്ടു. അന്നേരം അവർ അവനെ അറിഞ്ഞു. നമുക്ക് വേണ്ടി തുളക്കപ്പെട്ട ആ തിരുക്കരം, നമുക്ക് വേണ്ടി കുത്തേറ്റ വിലാപുറം, നമുക്ക് വേണ്ടി അവനത് ആ കാലിൽ ആണിയടിയേറ്റല്ലോ, നമുക്ക് വേണ്ടി പങ്കപ്പാടുകളെ സഹിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകാം. ഹല്ലേലൂയ. നീ വാക്കാ ചെയ്തോരുലകിൽ നിൻ കൈരചിച്ചോർക്കരുകിൽ, നീ വാക്കാൽ ചെയ്തോരുലകിൽ നിൻ കൈരചിച്ചോർക്കരുകിൽ, നീ വന്ന നേരം ബഹുമതിയായവർ തന്നതോ കുരിശോ, നീ വന്ന നേരം ബഹുമതിയായവർ തന്നതോ കുരിശോ, ക്രൂശും വാങ്ങിച്ച കുന്നിന്മീത് പോകുവതാരോ, ക്രൂശും വാങ്ങിച്ച കുന്നിന്മീത് ാരോ, ക്ലേശം സഹിച്ചോരഗതിയെ പോലെ ചാകുവതാരോ, ക്ലേശം സഹിച്ചോരഗതിയെ പോലെ ചാകുവതാരോ, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദേവസുധ, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദേവസുധ, പിന്നാലെ ഞാനും ക്രൂശുമെടുത്ത് വരുന്നിത കൃപത, പിന്നാലെ ഞാനും ക്രൂശുമെടുത്ത് വരുന്നിത കൃപത,
ക്രൂശും വഹിച്ച കുന്നിന്മീത് പോകുവാതാരോ. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിന്മേൽ മരിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് ഇവിടുന്ന് പോകാവൂ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി കൊണ്ട് ഇരുള് മാറി, ജീവിതത്തിൻ്റെ ഇരുള് മാറി, നിന്റെ വീടിൻ്റെ ഇരുട്ട് മാറും. പിന്നെ രാജ്യങ്ങളുടെ ഇരുട്ട് മാറും. വിസ്തരിക്കാൻ നേരമില്ല. ആഫ്രിക്കയുടെ ഇരുട്ട് മാറിയത് സുവിശേഷം ചെന്നതുകൊണ്ടാണ്. എന്തിനാ ആഫ്രിക്ക വരെ പോകുന്ന? കേരളത്തിൻ്റെ ഇരുള് മാറിയത് സുവിശേഷം വന്നതാ. എന്തോ അന്ധകാരമായിരുന്നു. ഇപ്പോഴും ചില ഇടങ്ങളൊക്കെ അങ്ങനെ തന്നെ. അവിടെ സുവിശേഷം അങ്ങോട്ട് കൊടുക്ക്. നമ്മൾ പറയുന്ന അങ്ങനല്ല. അതേ, നമ്മുടെ ആൾക്കാരല്ല, വേറെ ഏരിയ, നമുക്ക് അവിടെ പ്രവർത്തിക്കണ്ട. നമുക്ക് പെരുമ്പറ്റി വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ റാന്നി സൈഡും വലിയ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ഉള്ളിടത്ത് പ്രവർത്തിക്കാനാണ് നടക്കുന്നത്. കുമ്പനാട്, റാന്നി, അടൂര്, കൊട്ടാരക്കര, തൃക്കണ്ണമംഗലം, തിരുവല്ല, മല്ലപ്പള്ളി ടൗണ്. 10-18 സഭയുണ്ട്. 18 അല്ല. നമുക്ക് കണ്ട അവിടെ ഉണ്ടെന്ന് പോകും. അവിടെ ഈ ദിവ്യ വെളിച്ചമാകുന്ന സുവിശേഷം വന്നെങ്കിലേ ദേശത്തിൻ്റെ ഇരുള് മാറൂ. സംസ്ഥാനങ്ങളുടെ ഇരുള് മാറണമെങ്കിൽ സുവിശേഷം എത്തണം. കേരളത്തിൻ്റെ ഇരുളെല്ലാം ആവശ്യമികമാകവും മാറിയതും മാറിക്കൊണ്ടിരിക്കുന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. ആട്ടെ, ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ല. പിന്നെ ഇടയ്ക്ക് കയറി 1-2 കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗം വിസ്തരിക്കുന്നില്ല. സുവിശേഷം വന്നാൽ സകലത്തിന് മാറ്റം വരും. സുവിശേഷം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ 1, ഇരുട്ട് മാറി. 2, അവിടെ പഠിക്കുമ്പം സന്തോഷമുണ്ടായി. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞ. എത്ര നാളായി നീ ശരിക്കൊന്ന് ചിരിച്ചിട്ട്? ഈ ചെല്ല് പറയുന്ന ചിരിക്കുന്ന പാവമാണ്. ഈ കണ്ടമാന ആത്മീയമുള്ള പുള്ളിക്കാരുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ മൂർഖം പാമ്പ് ഇരിക്കും പോലെ ഇരിക്കുക. അവനെ സൂക്ഷിച്ചോണം, അവൻ വലിയ വിഷമാണ്. നിങ്ങൾ നോട്ട് ചെയ്തോണം. അവൻ വലിയ വെമ്പാല ഇനമാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പം കരയുകയും ചെയ്യണം, ചിരിക്കുകയും ചെയ്യണം, അനുതപിക്കുകയും ചെയ്യണം, സഹതപിക്കുകയും ചെയ്യണം. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, വായിച്ചിട്ടില്ലേ? പിന്നെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ അതിന് വേറെ സ്ഥലമുണ്ട്. അവിടെ അധികം താമസിക്കാൻ അതിനെ വിടും. ചിരിക്കണം, കരയണം. യേശു കരഞ്ഞല്ലോ. പ്രിയനായവൻ മരിച്ചപ്പം മരണ വീട്ടിൽ കരയണം. വാശി പിടിച്ചിരിക്കരുത്. ചിലരൊക്കെ ഞങ്ങൾ ആത്മീയം കണ്ടമാനം കയറിയ ഒരു തുള്ളി കണ്ണീര് പോലും, എന്നിട്ട് അവർ പറയും, വീരസ്യം പറയും, ഞാൻ കരഞ്ഞില്ല. അവൻ ഏതാണ്ട് കുഴപ്പമുള്ളവനാ. യേശു കരഞ്ഞല്ലോ. നീ യേശുവിനേക്കാളും വലിയ പുള്ളിയാണോ? അതാരാ? എൻ്റെ പൊന്നു മോളെ, ഈ യോഗ ഉഴപ്പാമെന്നാന്നോ? കുഞ്ഞിനെ ഒന്നും പറയണ്ട, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലാണ് വളരേണ്ടത്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പം കരയണം, ചിരിക്കണം, അനുതപിക്കണം, സഹതപിക്കണം. ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. ചില പറഞ്ഞ ചിരിക്കരുത്. ചിരിക്കുന്ന പാവമൊന്നുമല്ല. ഈ സന്തോഷം വരുമ്പം ആനന്ദിക്കും, ചിരിക്കുമല്ലോ. ഈ ആത്മനിറവിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ തെളിവെന്തുവാ? ആത്മനിറവിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും ഉപദേശമാണ്. ആത്മനിറവിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ തെളിവ് ദൈവമേ നമ്മുടെ ഉപദേശമാണ്. ആത്മനിറവിൻ്റെ പ്രത്യക്ഷവും
പരോക്ഷവുമായ തെളിവ്. അയ്യോ, അന്യഭാഷ, മറുഭാഷ. ആത്മനിറവിൻ്റെ പ്രത്യക്ഷവും പരോക്ഷമായ തെളിവാ മറുഭാഷ. അങ്ങനെയെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷമായ തെളിവാ. ചിരിക്കണം, എപ്പോഴും ചിരിക്കരുത്, ചിരിക്കണം. എനിക്ക് സന്തോഷമുണ്ട്, വേറാണ്ട് കുഴപ്പാ. സന്തോഷിക്കുമ്പോൾ ചിരിക്കുമല്ലോ. കർത്താവ് പറഞ്ഞത് സന്തോഷിക്കാൻ കാരണം ക്രിസ്തുവിലാ സന്തോഷിക്കണ്ടേ, യേശു ക്രിസ്തുവിൽ സന്തോഷിക്കണം. ആ നാളുകളിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു. അങ്ങനെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ചിരിക്കുന്നത് എങ്ങനെയാ? ചിരിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിൽ പൂരങ്ങൾ കീഴടങ്ങുന്നതിലൊന്നും അല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സന്തോഷിക്കണം. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ വകയുള്ളത് ദൈവകുഞ്ഞുങ്ങൾക്കാണ്. കാരണം നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. യേശുവേ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്തായി ഭാഗ്യം എൻ സന്തോഷം ആരും എടുക്കാത്തായി ഭാഗ്യം എൻ സന്തോഷം എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശു എൻ്റെ ഗാനം എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകന്റെ നാമം യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും കാത്തായി ഭാഗ്യം എൻ സന്തോഷം ആരും കാത്തായി ഭാഗ്യം സന്തോഷം. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി. ഇന്ന് രാത്രി നീ എഴുതിപ്പിച്ചേ ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ദി ലോർഡ്. നല്ല അവസരം ദൈവം നിനക്ക് തരിക. ഈ അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്, തട്ടിക്കളയരുത്, ഉപേക്ഷിക്കരുത്. അവൻ ഇന്ന് ഈ നല്ല അവസരം നന്നായിട്ട് ഉപയോഗിച്ചേ ഇവിടുന്ന് പോകാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ദേശത്തിൻ്റെ എല്ലാ ഇരുള് മാറും സുവിശേഷം വന്നാൽ. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം, സന്തോഷമുണ്ടാകും, ആനന്ദം. അവിടെ വേറൊരു ഭാഗമുണ്ട്, പേടി മാറും. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് ഭയപ്പെടേണ്ട. യേശു വന്നു കഴിയുമ്പോൾ ഭയമല്ല, എല്ലാം ഭയവും മാറും, പേടിയെല്ലാം മാറും. എന്തോ പറ്റി? തല ചുറ്റിയതാണോ? ഇച്ചിരി വെള്ളം അങ്ങോട്ട്, ഇച്ചിരി വെള്ളം അങ്ങോട്ട്. ഇങ്ങോട്ട് അവരെ രണ്ട് സഹോദരിമാരെ ചെയ്തോളൂ. നിങ്ങൾ ഇങ്ങോട്ട് ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടാനം നീപ്പാ ഓ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആമേൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ.
സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ഓ ദൈവത്തിന്റെ തേജസ്സിന്റെ ഓ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രകാശിക്കവേണം വെളിച്ചമായി പ്രകാശിക്കവേണം വെളിച്ചമായി. കരമുയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ മോക്ക് എന്തോ പറ്റിയതാ? ഇതങ്ങോട്ട് വന്നാന്നോ? ഇനി ശ്രദ്ധിക്കണേ. വീട്ടിൽ കൊണ്ടുവിടണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടണം. വണ്ടി ഇല്ലെങ്കിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ആ പോയില്ലെന്ന് ഓർത്ത് ഇവിടെ തന്തോടിച്ച് നിൽക്കരുത്, ശ്രദ്ധിച്ചോണം. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി കൊണ്ട് ഉണ്ടായ നേട്ടം, ഒന്ന്, ഇരുട്ട് മാറി. രണ്ട്, സന്തോഷം കിട്ടി. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഗോശാലകൾ ചിലപ്പോൾ കന്നുകാലി ഒന്നും കണ്ടെന്ന് വരികയില്ല. അത്തുവൃക്ഷം ചിലപ്പോൾ തളർത്തെന്നും അടുക്കളയിലെ ടിന്നൊക്കെ കാലിയായെന്ന് വരും. സന്ധ്യക്ക് ഇങ്ങോട്ട് പോന്നപ്പോഴും പഞ്ചാര തീർന്നത് കണ്ടേച്ചാ നീ. ഇപ്പം പിന്നെ പഞ്ചാര വേണ്ടല്ലോ. സ്തോത്രം. അടുക്കളയിലെ പല ടിന്നും ചിലപ്പം തീർന്നിരിക്കുകയായിരിക്കും. പക്ഷേ യഹോവയിൽ ആനന്ദിച്ചോണം. കടക്കാർ ചിലപ്പോൾ മക്കളെ പിടിക്കാനൊക്കെ വെളിയിൽ വരുന്നുണ്ട്. നീ ഇവിടെ ഇരുന്നാൽ മതി, നിൻ്റെ കടവൊക്കെ ദൈവം മാറ്റിത്തരും. ഒരു വലിയ പകർച്ച ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. വളരെ തിങ്ങി വിങ്ങുന്ന വേദനയുമായിട്ടായിരിക്കും വന്നത്. പക്ഷെ ഇന്ന് രാത്രി വന്നതുപോലെ വിടത്തില്ല. രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കും. വിലാപത്തെ ഇന്ന് രാത്രി നൃത്തമാക്കി തീർക്കും. ഹല്ലേലൂയ. CS-ന്റെ ഒരു പാട്ട് ഓർമ്മ വരുന്നു. വരിയാൻ ഓർക്കുന്നില്ല, തെറ്റും. അറിയാവുന്നൊരു പാടണേ. പാടിയാനന്ദിക്കും മമ്മ പത്തു കമ്പിയുള്ള പാട്. എന്റെ പ്രിയന ഉത്തമ ലക്ഷം അമ്മ പ്രിയനെ നിജ ഗുണഗണങ്ങൾ
പ്രിയനെ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള മമ പ്രിയനെ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പി. കരമുയർത്തി കർത്താവിനെ സ്തുതിക്ക്. വലിയ ആനന്ദം നമ്മുടെ ഹൃദയങ്ങളിൽ കിട്ടി. കാരണം യേശു ഉള്ളത്തി വന്നു. അപ്പോൾ ആനന്ദം ഉണ്ടായി. 3 ഭയം മാറി. പേടിച്ചാണ് നമ്മൾ നടന്നത്. നമ്മളെ ഒത്തിരി പേര് പേടിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പം നമ്മളെ അങ്ങനെ പേടിപ്പിച്ചാവൊന്നും. പണ്ടൊക്കെ നമ്മളെ പേടിപ്പിച്ചതാ. ആ ഭാഗത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ പേടിപ്പിക്കാനൊന്നും ഒക്കത്തില്ല. നമ്മളൊത്തിരി പേടിച്ച് ജീവിച്ച കാലമുണ്ട്. ഇനി നടക്കുക നമ്മുടെ പേടിയെല്ലാം മാറി. അഥവാ നമ്മളെ തല്ലിക്കൊന്ന നമ്മൾ നേരെ അങ്ങോട്ട് വീട്ടോട്ട് പോവുക. കൊല്ലാതിരിക്കുക. അന്നേ വീട്ടിലെ കാര്യമല്ല ഇവിടെ പറയും. സ്തോത്രം. അതിനാ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. നമുക്കിത് രണ്ടും നല്ലതാണ്. ജീവിക്കുകയാന്നേ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ലാഭം. മരിച്ചാൽ ലാഭമാകാൻ കാര്യം ലാഭം ഒത്തിരി ഉണ്ട്. 1-2 ലാഭം പറയാം. ഒന്നാമത്തെ ലാഭം, ഈ ശരീരം അങ്ങ് മാറി വേറൊരു ശരീരം കിട്ടും. അത് ലാഭമാണ്. എന്തെല്ലാം ചെയ്തായി പരുവത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? പറ, നിങ്ങൾ പറ. എന്തെല്ലാം ചെയ്ത് ഒപ്പിച്ചാ ഈ സ്തോത്രം പറയാൻ ആളുകൾ വന്നിരിക്കുന്നത്. കാരണം വെളുത്തതെല്ലാം കറപ്പിച്ചു. അത് ഒന്നെങ്കിൽ അവിടെ പോകണം, ഇല്ലേ നമ്മൾ ചായ മേടിച്ചു വീട്ടിൽ. അങ്ങനല്ലേ? എത്ര നേരം മെനക്കെട്ടാ പിരിയാൻ പഠിച്ചതെല്ലാം അങ്ങോട്ട് പറിച്ച് ദൂരെ കളഞ്ഞു. എന്ത് മെനക്കെട്ട് അല്ലേ? മുടി ചീകി എത്രയോ സ്ലൈഡാ, 1, 2, 3, 4 ആന്നേ സഹിക്കാം. ഇതിലേ കയറ്റി അവിടെ വെച്ചു. പിന്നെ ഇച്ചിരി എടുത്ത് ഇങ്ങോട്ട് വെച്ചേച്ച് അവിടെ ഒരെണ്ണം കയറ്റി ഇവിടെ നിർത്തി ഇവിടെ ഒരെണ്ണം കയറ്റി അത് 2 കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ 2 എണ്ണം വെച്ചു. എന്ത് ചെയ്താ എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ചുരിദാറിൻ്റെ ഇവിടെ നിന്നേ കുത്തി കീറിയിട്ട് അല്ലേ? കൈക്ക് ഇറക്കമില്ല. അതുകൊണ്ട് കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കുകയില്ല. നിനക്ക് തന്നെ അറിയാം ഇത് പരുവക്കേടാന്ന്. എന്തെല്ലാം ഒപ്പിരൊപ്പിച്ച ചായ വന്ന് അല്ലേ? ഇത് വെക്കുന്നവരെന്ത് ബന്ധപ്പെട്ട അതെല്ലാം നോക്കി ഒരു ബ്ലേഡ് അല്പം മാറിയ ഇവൻ്റെ ഷേപ്പ് ഉണ്ടോ? എന്ത് ബന്ധപ്പെട്ട്. അപ്പം ശ്രദ്ധിക്കണം, എന്ത് ബന്ധപ്പെട്ടായി ശരീരം. പക്ഷേ ലാഭം ആ കാര്യം ഇതങ്ങ് മാറുമ്പം വേറൊരെണ്ണം കിട്ടാൻ പോവുക. അതുകൊണ്ട് നമുക്കിത് ലാഭമാണ് മരണം. ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഇത് മണ്ണിൽ നിന്നെടുത്തതാ. ഇത് ദ്രവത്വമുള്ള ശരീരമാണ്. ഇത് ബലഹീന ശരീരമാണ്. കിട്ടാൻ പോകുന്നത് മെച്ചപ്പെട്ട പുത്തൻ ശരീരമാണ്. അതുകൊണ്ടാണ് ഈ മരണം ലാഭം. സാറ് പണ്ട് പാടിയില്ലയോ, പുത്തനാകും ശരീരത്തെ പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഇന്നും എന്നും നൃപന്മാരായി ഇന്നു എന്നും നൃപന്മാരായി വാണിടും നാം ഭൂമിയിൽ. 1000 ആണ്ട് വാഴ്ച. വാണിടും നാം ഭൂമിയിൽ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. പോരെ?
അതൊരു സന്തോഷവും പ്രത്യാശയും. അത് പാടിയ പാണ്ട മുഖമല്ല അങ്ങ് സങ്കടപ്പെട്ടിരിക്കുന്നു. ആനന്ദിക്കണ്ടേ? അപ്പം ഈ മരിക്കുന്നത് ലാഭമാകാനുള്ളതിൻ്റെ ഒരു കാരണം ഇതങ്ങ് മാറും, വേറൊന്ന് കിട്ടും. കണ്ട് നമ്മളിപ്പോൾ കുറച്ച് വിശുദ്ധന്മാരുമായിട്ടായിരുന്നു ആരാധിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഇട്ടേച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കോടി കോടി വിശുദ്ധന്മാരുടെ അടുക്കലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ലാഭമാണ്. ചുങ്കപ്പാറ കുറച്ച് പേര്, അത്തിയാലി കുറച്ച് പേര്, പെരുമ്പട്ടി കുറച്ച് പേര്, ചാലാപ്പള്ളി കുറച്ച് പേര്, നെല്ലിക്കാവണ്ണി പിന്നെ ഇച്ചിരി ഉണ്ട്, മല്ലപ്പള്ളിയിലും ഏറെക്കുറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അടുത്തടുത്ത് മൂഴിയിൽ ഒത്തിരി ഉണ്ടോയെന്ന് ഉള്ളതാട്ടെ. അപ്പം ഇവിടെ കുറച്ച് വിശുദ്ധന്മാരാണ്. ഇവിടെ പിന്നെ യോഗം ഇങ്ങനെ ഇട്ടത് കൊണ്ട് അവിടെ നിന്ന് കുറച്ച് വിശുദ്ധന്മാർ വന്നു. എന്നാൽ തന്നെ ഇതിനകത്തിരിക്കുന്ന എല്ലാം വിശുദ്ധന്മാരാണോ? അതിരുവാന്തി ഇതിനകത്ത് കാണും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത ഇതിനകത്ത് കാണും. സഹോദരങ്ങളോട് മിണ്ടാത്തതിനകത്ത് വന്ന് പമ്മി ഇരിപ്പുണ്ട്. ഒരു സഭയില കൂടുന്ന കൈ കൊടുക്കാത്തവരും വിശുദ്ധവിമനം കൊടുക്കാത്തവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. കേസ് കൊടുത്തവൻ ഇതിനകത്ത് വന്ന് ഇരിപ്പുണ്ട്. സഭയ്ക്കെതിരെ കേസ് കൊടുത്തവനും സഭക്കാർ ഇവനെതിരെയും കേസ് കൊടുത്ത് വെച്ചിരിക്കുന്ന കക്ഷികൾ. ബ്ലേഡുകാരൻ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ബ്ലേഡ് എഴുന്നേറ്റ് പോകുമൊന്നും വേണ്ടാലും വന്ന് പോയില്ലയോ, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയും വേണ്ട, നമ്മൾ തന്നെ അങ്ങ് അറിഞ്ഞാൽ മതി നമ്മുടെ കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് പണ്ട് കലയപുരത്തുണ്ടായിരുന്ന ഒരു ഡൗട്ട് മത്തായിച്ചൻ. അതുകൊണ്ട് ഡൗട്ട് അടിക്കണ്ട. ബുദ്ധിമാന്മാരെങ്ങനെന്നറിയോ, ഇവന് കിട്ടുന്ന തൂതാന്നില്ല ഇവൻ നേരെ ഉണ്ട് ചാക്കോച്ചൻ നോക്കും. അപ്പം നമ്മൾ വിചാരിച്ചോണം ചാക്കോച്ചനാ, നമുക്കറിയാം ഇവന് തന്നെ ആയി കൊടുത്തെന്ന്. ചാക്കോച്ചന് വകുപ്പൊന്നും വേണ്ട, നിൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരും ഒന്നും വിശുദ്ധന്മാരല്ല, കുറച്ച് വിശുദ്ധന്മാരുമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷേ ശരീരം വിട്ടേച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കോടി കോടി വിശുദ്ധന്മാരുമാണ്. പിന്നെയും പാട്ട് വരുന്നു. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. അരിവർ അരിവർ ആട്ടെ 9 ഇത്രയിലും ഒപ്പിച്ച് തന്നല്ലോ. അയ്യോ എൻ്റെ കേട്ട്. അരിവർ അരിവർ രാജനോടൊപ്പമായി ബന്ധികിരിപ്പതു സത്യസഭ. പൊന്നേജു തമ്പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമംബിശുദ്ധ കൂട്ടമത്രേ. പൊന്നേജു തമ്പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമംബിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, അല്ലലെല്ലാം വന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, അല്ലലെല്ലാം വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്ന്. അമ്മാമ്മ എന്തിക്കാ ഇങ്ങനെ എന്തിനാ ഇത്ര സ്പീഡിൽ പാടുന്നല്ലയോ? നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം ഉണ്ടായിരുന്നത് നമുക്ക് രണ്ടോട് ഇരുന്ന് പതുക്കെ ഒരു പിടി പിടിക്കാറുണ്ട്. നമുക്ക് നേരമില്ലാഞ്ഞിട്ട. എനിക്ക് മനസ്സിലായ അമ്മാമ്മ അതാ ചിന്തിച്ചതും പാടാതിരുന്നതും. ഫാസ്റ്റ് ഈ തീർത്തി പിടിച്ച് അങ്ങോട്ട് പോവാന്ന്. എന്തായാലും കൊള്ളാം. ഈ മരിക്കുന്നത് ലാഭമാകാൻ കാരണം ഇത് മാറി വേറൊന്ന് കിട്ടും. 2 കുറച്ച് വിശുദ്ധന്മാരുമായിട്ടായിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പം വലിയ സദസ്സിലോട്ടല്ലേ ചെല്ലുന്നേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചുമ്മ ആവശ്യമില്ലാത്ത പറയാൻ. ഞാനിത് സത്യമായ കാര്യമാണ്, ഇതങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്, ഞാനിത് പ്രസംഗിക്കുന്നതാ, അത് ഞാൻ വിശ്വസിക്കുന്നതാ, ഞാൻ അങ്ങ് ചെല്ലുകയും ചെയ്യും. ചെല്ലു ചോദിക്കാനുണ്ട്, സുഖത്തിൽ പോകുന്ന എന്നെ ഇത്ര ഉറപ്പുണ്ട്. ആരൊക്കെയാണ് പോകുന്നത്? ആ പോകുന്നവരോ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരെടുത്തിരിക്കുന്ന
അപ്പം പിന്നെ ഉറപ്പില്ലേ? ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഇല്ലേ? ഏവനുമെന്നല്ല, ക്ലെമന്ത് അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? അപ്പോൾ അവരുടെ പേര് പുസ്തകത്തിൽ എഴുതി. എങ്ങനെ അറിയാം അവരുടെ പേര് പുസ്തകത്തിലുണ്ടെന്ന്? അവരുടെ ജീവിതം കാണുമ്പോൾ അറിയാം, അല്ലേ? അവൻ്റെ ജീവിതം കാണുമ്പോൾ അറിയാം അവൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയെന്ന്. ആ നോട്ടോ ഇരിപ്പും മുഖവും പരുവക്കേട് കാണുമ്പോൾ അറിയാം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സംസാരം കേൾക്കുമ്പോൾ അറിയാം പേരവിടെ ഉണ്ടോ എന്ന്. അതിന് ഒരു തെളിവ് തരാം. ഒരു തെളിവ്, പേരുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഒരു തെളിവ് തരാം. ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് നാളെ മുതൽ അങ്ങനെ പറയും. അതവിടെ നിൽക്കട്ടെ. ഈ പേര് എഴുതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പേരെഴുതിയവർ സംസാരിക്കുമ്പോൾ വിളിക്കുക, ബേച്ച നമ്മൾ അടുത്ത തിങ്കളാഴ്ച കാണുമല്ലോ, കർത്താവ് അനുവദിച്ചാൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങ് കാണാം. പേരെഴുതിയതിൻ്റെ ലക്ഷണമാണ്. എന്ത് ചെയ്താലും സ്തോത്രം പറഞ്ഞത് ചെയ്യൂ. പേരെവിടാ? ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രാർത്ഥിച്ച് തിരുവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരവും നിൽക്കൂ. ഒത്തിരി ഉണ്ട് തെളിവിനിപ്പോൾ ഇത് മതിയല്ലോ. ഇനി തന്നെത്താൻ ചോദന ചെയ്താൽ മതി പേരുണ്ടോ ഇല്ലയോ എന്ന്. മിക്കവാറും കാണാതിരിക്കാനാ സങ്കടപ്പെടേണ്ട. ഇന്ന് രാത്രി എഴുതിപ്പിച്ചേച്ച് പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് ലാഭമാകാൻ കാരണം ചുരുക്കം വിശുദ്ധന്മാരുമായിട്ടായി വിടിരിക്കുന്നത്. ചെല്ലാൻ പോകുന്നത് കോടി കോടി വിശുദ്ധന്മാരുടെ പിന്നെയും പാട്ട് വരുന്നു. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗമിച്ച വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞ ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗമിച്ച വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ച് മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ച് മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ കാണും ഞാനൻ. അതാ. അപ്പോൾ ഇത് ലാഭമാകാൻ കാരണം കുറച്ച് വിശുദ്ധന്മാരുമായിട്ടാണ് ഇപ്പൊ സ്തോത്രം ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് എല്ലാം പോകുന്ന കോടി കോടി വിശുദ്ധന്മാരുടെ സദസ്സിലോട്ടാണ്. ഇത് ലാഭമാണ്. പിന്നെ നേരത്തെ മരിക്കുന്ന ലാഭമാകാൻ ഒരു കാരണം, കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം പ്രഥമ സ്ഥാനമുണ്ട്. കാഹളം ധ്വനിച്ചാൽ ആദ്യം മരിച്ചവരാ, ക്രിസ്തുവിൽ മരിച്ചവരാ മുൻഗണനയുണ്ട്. മുൻഗണന. ഓട്ടോ ഇരിപ്പം കണ്ടിട്ട് പോകാനൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ പിന്നെ അങ്ങ് വചനം പറഞ്ഞതേ ഉള്ളൂ. ജീവിക്കുന്നത് ക്രിസ്തുവിനും. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കർത്താവിന് മഹത്വം. സുവിശേഷ നിമിത്തം ഒത്തിരി 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 നന്മകളാണ് നമുക്ക്. ഞാൻ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും പുള്ളി എടുത്ത വാക്യത്തിൽ നിന്നൊന്നും പറഞ്ഞില്ലെന്ന് പറയും. അത് നിങ്ങൾ പറയാനായിരിക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം അവിടെ നിന്ന് സൂചിപ്പിച്ച് പെട്ടെന്ന് അങ്ങ് നിർത്താം. കർത്താവിന് മഹത്വം. നമ്മൾ വായിച്ച കുറുവാക്യം എഫേസ്യ ലേഖനം 6:10. സുവിശേഷത്താൽ കടന്നു വന്ന സഭയെ ഉപദേശത്തിൽ നിലനിർത്താൻ എഴുതിയതാണ് ലേഖനങ്ങൾ. 21 ലേഖനം. ഇതിൽ 14 ലേഖനം പൗലോസ് എഴുതി. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം. ഈ എഫേസ്യ ലേഖനത്തിലെ വിഷയം തന്നെ ക്രിസ്തുവിൻ്റെ വർണ്ണനയാണ്. പോട്ടെ, 6 അധ്യായമുണ്ട്. 6 അധ്യായത്തിലും 6 സബ്ജക്റ്റ്. 6 അല്ല, നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട 6 വിഷയങ്ങളാണ്. 1-ാം അധ്യായം എഫേസ്യ ലേഖനം 1 ആമേൻ നമ്മുടെ തിരഞ്ഞെടുപ്പ്. 2-ാം അധ്യായം നമ്മളെ കൊണ്ട് ഇരുത്തിയ തലം. 3 അപ്രമേയ ധനം. 4 ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദം. 5 ആത്മനിറവ്. 6 ആത്മീയ പോരാട്ടം.
എല്ലാം അടുക്കടക്കായിട്ടാ പറയേണ്ടതെന്നൊന്നും തുനിയുന്നില്ല. 1-ാം അധ്യായത്തിലെ വിഷയം തിരഞ്ഞെടുപ്പാ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈ ചില ആൾക്കാരുടെ ഇരിപ്പും മുഖഭാവവും അവരുടെ പോക്കും വരവും കണ്ട ഇവർ ദൈവത്തെ തിരഞ്ഞെടുത്ത് ഇതിനകത്ത് കയറി. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്താണോ? ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ നമ്മളെ തള്ളിക്കളഞ്ഞതാ. എന്നാൽ കാൽവറിയിലെ സ്നേഹത്താൽ പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഉലകസ്ഥാപനത്തിൻ മുൻപുള്ള വായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ ഉലകസ്ഥാപനത്തിൻ മുൻപുള്ള വായൊരൻ തിരഞ്ഞെടുത്തവൻ നമ്മെ. അപ്പൊ എഫേസ്യ ലേഖനത്തിലെ പഠനം അനുസരിച്ച് ലോകസ്ഥാപനത്തിന് മുൻപ്, ഞാൻ മറ്റു ഭാഗം എടുക്കത്തില്ല, 1-ാം അധ്യായത്തിൽ നമ്മെ തിരഞ്ഞെടുത്തു. അതാണ് 1:4. ദൈവത്തിന്റെ ദാസൻ എന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുക്കുകയും. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കുകയും. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അബദ്ധപ്പെട്ടതിനകത്ത് വന്നതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ചിലരുടെ ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് അക്കടി പറ്റിയതുപോലെ എഴുന്നേറ്റ് പോകാനും ഒക്കത്തില്ല. അവിടെ മൈക്കിരിക്കുക, അയാൾ വല്ലതും ബോധമില്ലാത്തവനെ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇതെപ്പോൾ തീരുവെന്നും. അല്ല, എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുക നോട്ടോ ഇരിപ്പം കണ്ടിട്ട്. ഇതേ അക്കടി പറ്റി കയറിയതല്ല, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാ. പണ്ടൊരുത്തനോട് ചോദിച്ചു, എങ്ങനെയാടാ സ്നാനപ്പെട്ടെ? അവൻ പറഞ്ഞ് കാല് തെറ്റി വെള്ളത്തിൽ പോയതാന്ന്. കാല് തെറ്റിപ്പോയതാന്നോ? കർത്താവ് നമ്മെ കണ്ടതാണ്. അതുകൊണ്ട് അബദ്ധം പറ്റിയതല്ല, അക്കടി പറ്റി വന്നതല്ല, ഓർക്കാപ്പുറത്ത് വന്ന് കയറിയതല്ല, ദൈവം നിന്നെ മുന്നേ കണ്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന സകല എണ്ണത്തിനെയും കർത്താവ് കണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ 1-ാം അധ്യായം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പണ്ട് TPM-കാർ പാടുമായിരുന്നു. TPM-കാരും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കുകയല്ല. ഉണ്ടോ? ആരുമില്ലേ? ഒരെണ്ണം ഉണ്ട്. 2, 3, 4. അപ്പം നമുക്കൊരു പാട്ട് പാടാം. TPM പണ്ട് പാടുന്ന ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ കാത്തതിനാൽ എന്നെ അമ്മ അവിടെ നിന്ന് അതങ്ങൾ TPM പോയിട്ടും വലിയ എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ പോരുന്നാ നല്ലത്. നമുക്ക് കണ്ടിട്ടോ പാടാം. ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ കാത്തതിനാൽ എന്നെ വഴുതാ അതെ എടുത്തോ നീ എന്നെ നിനക്കായി കൊടുത്തോ നീ നിന്നെ എനിക്കായി എടുത്തോ നിനക്കായി കൊടുത്തോ നീ നിന്നെ എനിക്കായി വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ കാത്തതിനാൽ എന്നെ വഴു ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ കാത്തതിനാൽ എന്നെ എടുത്തോ നീ എന്നെ നിനക്ക കൊടുത്തോ നീ നിന്നെ
കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഓടിച്ചു പോകാം. 1-ാം അധ്യായത്തിലെ വിഷയം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഇനി ഈ തിരഞ്ഞെടുത്തവരെ എവിടെ കൊണ്ടാ ഇരുത്തിയേക്കുന്നത്? തിരഞ്ഞെടുത്തേച്ച് കൈവിടുകയല്ല. നിന്നെ തിരഞ്ഞെടുത്തേച്ചേ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കായിരിക്കും നിന്നെ വിളിച്ചത്. നിന്റെ സമൂഹത്തിൽ നിന്ന് ഒറ്റയ്ക്കായിരിക്കും നിന്നെ വിളിച്ചത്. നിന്റെ കുടുംബം വലിയ കുടുംബമായിരിക്കും. പകലോ മറ്റമോ അമ്പി കുടുംബമോ കളീക്കലെ കുടുംബം, കുരുടാമണ്ണിൽ, തായില്ലം, ശങ്കരപുരി, വട്ടശ്ശേരി, എണ്ണശ്ശേരി, ചാമ, വാക്കേലെ, വാക്കേ ജോയി, മോഡേല്, മേടേൽ, വലിയ കുടുംബമാ. പക്ഷേ നിന്നെ മാത്രം ആ കുടുംബത്തിൽ നിന്ന് രക്ഷിച്ചോളൂ. അങ്ങനെ നിന്നെ രക്ഷിച്ച് തെരഞ്ഞെടുത്തേച്ച് കൈവിടുകയല്ല. കാരണം കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കുക നീ തകരുന്ന കാണാൻ. നിന്നെ തകർച്ചയ്ക്ക് വിടുകയല്ല. വിടത്തില്ല. അവരെല്ലാം ഉന്നം വച്ചിരിക്കുക. നീ വെന്തിക്കോസിൽ പോയി അസ്തമിക്കുമാറോ? ഇല്ല, നീ അസ്തമിക്കത്തില്ല. നിനക്ക് ദോഷമൊന്നും വരികയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്നെ തെരഞ്ഞെടുത്തേച്ച് കൈവിടുകയില്ല. ആ 2-ാം അധ്യായത്തിന്റെ 7 വായിക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. വൈര് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ മുക്കിപ്പൊക്കി എന്ന മുക്കി. പാപമനുഷ്യൻ ചത്തില്ലയോ സുവിശേഷം വന്നപ്പം? അവനെ കൊന്നവനെ കുഴിച്ചിടണ്ടേ? മരിച്ച ആളിനെ കുഴിച്ചിട്ടില്ലേ? അത് പ്രശ്നമാണ് അല്ലേ? ഇനി മരിച്ച ആളിനെ കുഴിച്ചിടുമ്പം രഹസ്യത്തിൽ കുഴിച്ചിടാൻ നോക്കുകയല്ല. ഉപദേശമാരും കണക്ക് കൊടുക്കണം. പാസ്റ്റർ എനിക്ക് ഒന്ന് സ്നാനപ്പെടണം, ആരും അറിയരുത്. പാസ്റ്റർക്ക് എപ്പോഴാണ് നോക്കുന്നേ? എനിക്കെപ്പോൾ വേണമെങ്കിലും നോക്കും. പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, കറുത്ത ഗ്ലാസ് ഇട്ട കാറേ വരണം. ഞാൻ ഇങ്ങനെ അവിടെ മാറി നിൽക്കും. അപ്പം വേറെ ആരും അറിയരുത്. ചുങ്കപ്പാറ ചുങ്കപ്പാറ കോരുത്തോട്ടിൽ വെള്ളമുണ്ടെന്നാണ് കേൾക്കുന്നത്. എടാ, ചുങ്കപ്പാറ ചത്തവനെ കോരുത്തോട്ടിലാണോ കൊണ്ടടക്കുന്നേ? നീ ചുങ്കപ്പാറ ചത്തെങ്കിൽ ചുങ്കപ്പാറയിലാണ് നിന്നെ അടക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടായിരിക്കും. ചുങ്കപ്പാറ ചത്തവനെ ചുങ്കപ്പാറയിലടക്കം, ഘോരത്തോട്ട് ചത്തവനെ ഘോരത്തോട്ടിലടക്കം, കാവാലത്ത് ചത്തവനെ കാവാലത്തടക്കണം. ഞാൻ കാവാലത്ത് അടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഉപദേശിമാരും വിശ്വാസിയും സമ്മതിച്ചില്ല. നിങ്ങൾ പിന്നെ എന്നെ തള്ളിക്കൊണ്ട് എനിക്കിപ്പോഴും സങ്കടമാണ്. പറഞ്ഞു കാവാലത്ത് അന്വേഷിച്ച് മുങ്ങിയ വേലയ്ക്ക് ക്ഷീണം, അല്ലാതെ വേല വിലപ്പെട്ടിരിക്കുക. ഇപ്പോഴും ആ വേലയ്ക്ക് ക്ഷീണം തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, അടക്കുന്നത് ആരും അറിയാമല്ല. എല്ലാവരും അറിയണം. ചാർച്ചക്കാരെ അല്ല അല്ലേ? മോള് കാണും, മോൻ കാണും, മരുമകൾ കാണും, മരുമക്കൾ കാണും, വിദേശത്തുള്ള എല്ലാവരെയും അറിയിച്ചേച്ച് വേണം. അങ്ങനല്ലേ അടക്കുന്നേ? സ്നാനം അങ്ങനെ ആയിരിക്കണം. ശരി, അമ്മ മുങ്ങിയതാണോ? പിന്നെ ഞാൻ 87 മുങ്ങിയതാതങ്കേ. പിന്നെ എവിടാ മുങ്ങിയ? ഞാൻ എൻ്റെ അനിയത്തി ഒരാൾ പെരുന്നാട്ടിലുണ്ട്. അവിടെ ചെന്നപ്പോൾ അങ്ങ് പെരുന്നാട്ടിൽ റാന്നിക്ക് പറ പെരുന്നാട് പെരുന്നാട്ടിൽ മുങ്ങിയ ചെങ്കാണ്ടാ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറയാ, എല്ലാവരും അറിയണം നിന്റെ അടക്കം. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനോട് പറയാം, നീ സ്നാനപ്പെടുകയാണെങ്കിൽ നിന്റെ കുടുംബക്കാരെ എല്ലാം അറിയിക്കണം, നാട്ടുകാരെ എല്ലാം അറിയിക്കണം. അല്ല, നീ സഭയുടെ അടുത്തൊരു കിണറുണ്ടാക്കി കുത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പുൽപ്പിറ്റിന് അടിയില്ല ഇപ്പം മിക്കയിടത്തും. എന്നിട്ട് ആരും അറിയാതെ നിന്നെ അതിൻ്റെ കോഴിയെ മുക്കും പോലെ ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് കോടയും. വെളച്ചിലല്ല ഇന്ന് രാത്രി നിർത്തിക്കോണം.
എല്ലാവരെയും അറിയിക്കണം. വേച്ചാ ഞാൻ ചത്തു, എന്നെ അടക്കാൻ കൊണ്ടുപോവാ, വേച്ചനും മരണം എൻ്റെ ശവസംസ്കാരത്തിൽ. പണ്ടൊക്കെ ബാൻഡ് സെറ്റുകാരെ വിളിക്കുമായിരുന്നു. ആകെ അല്പനേരം അതാ അങ്ങനെ ആകെ എല്ലാരും അറിയണം. അപ്പൊ എല്ലാരും അറിഞ്ഞാലേ പിന്നെ നിനക്ക് ചുങ്കപ്പാറ ടൗണിൽ നിന്ന് ചാർമിനാർ മേടിച്ചു നിന്റെ ചാർമിനാർ എൻ്റെ തലചുറ്റലെല്ലാം പോയി, നീ അവിടെ ഇരുന്നതാണ്. സ്തോത്രം. എല്ലാരും അറിഞ്ഞ് അടക്കിയാ പിന്നെ ഇടുകയല്ല ഇതിനകത്ത്. ഉദമോ മനസ്സിലാകുന്നുണ്ടല്ലോ. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട് എതിർപ്പാൻ ഏനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രമാ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ. കള്ളിക്കോശങ്ങളിൽ രസിപ്പോരില്ല. അവസാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓണക്കളിക്ക് പോകരുത്. വടംവലി സഭയ്ക്കകത്തുണ്ടല്ലോ, സെക്രട്ടറിയും പാസ്വേഡ് വടംവലി. പിന്നെ എന്തിനാ നമ്മൾ അവിടെ പോയി നടപടി കടന്നെങ്കിൽ വടംവലി എല്ലാം വലിക്കുന്നു. തുമ്പിതുള്ളാനെന്നും അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് അമ്മാമ്മ അവർ തിരുവാതിര കളിക്കൊക്കെ പറയും, ആട്ടെ മേഴ്സി ആൻറ്റി, നമുക്ക് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ ഈ പ്രാവശ്യത്തെ സെറ്റ് സാരി ഉണ്ടോ? അയ്യോ എനിക്ക് വെള്ള സാരിയേ ഉള്ളൂ. നമുക്ക് എല്ലാം പച്ച കളറിലെ സെറ്റ് സാരി, കര പച്ച ബ്ലൗസും പച്ച കരയുടെ. അയ്യോ എനിക്കില്ല. എന്നാ ചെയ്യാനാ? ഞാനേ ദശാംശത്തിൻ്റെ കാശിരിപ്പുണ്ട്, അതെടുത്ത് അടുത്ത് തിരുവാതിരയ്ക്ക് പോവാ. തായേ ദേവി യാരതെന്നും പറഞ്ഞ് മിക്കാറും താമസിക്കാറും നാട്ടുകാരെല്ലാം നിൻ്റെ വീട്ടിൽ തിരുവാതിരയ്ക്ക് വരും. നീ വേർപാട് പാലിക്കണം. കാണുന്നിടത്തെല്ലാം നീ കയറരുത്, എല്ലാത്തിനും നീ പോകരുത്. നീ ദൈവ പൈതല. ലോകത്തിന്റെ മാലിന്യം വന്ന് നിന്നെ കയറി പിടികൂടരുതെന്ന് മനസ്സിലായോ? കള്ളിഘോഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. കള്ളിഘോഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. ബഹുജന സ്തുതി കൊതിയരല്ല, പരനെനിക്ക് കീഴ്പ്പെടണമെന്നില്ല. ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം ഈ കൂട്ടായ്മയിൽ വന്നതാ. അതിന് യാതൊരു തർക്കവുമില്ല. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം. ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. ഹല്ലേലൂയ. സ്വത്രം 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 സ്വത്രം. ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. എന്നാ വിഷയം വന്നാലും ഇച്ചിരി കൂടെ എടുക്കട്ടെ. പറ, രണ്ടിലൊന്ന് തീരുമാനിക്ക്. അങ്ങോട്ട് എന്നൊക്കെ തിന്നച്ച് കയറി കിടക്കാൻ അവിടെ ഇരിക്കും. സ്തോത്രം. അത്യാവശ്യമുള്ള രംഗ് പൊക്കോണം, ഉരുണ്ട് വീടാതെ. ഏതായാലും 10 നിർത്താം.
ഇനിയിപ്പം കാമണിക്കൂറോടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലയോ? ഒരു കണക്കാകട്ടെ. സ്തോത്രം. അപ്പം എന്തായാലും കൊള്ളാം, വലിയ ഭാഗ്യം നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അവിടെ വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ, 2:7. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായിട്ട് മരിച്ച മനുഷ്യരെ അടക്കി. അതാ സ്നാനം. അടക്കണം. മരിച്ചാൽ അടക്കണം, ആൾക്കാരെ അറിയിക്കണം. അടക്കിയാൽ ക്രിസ്തു ഉയർത്തതുപോലെ അതിൻ്റെ തത്വമാണ് വെള്ളത്തിലോട്ട് മുക്കുന്നത് അടക്കമാണ്. പൊങ്ങി വരുന്നത് ഉയർപ്പാണ്. പിന്നെ പുതിയ സൃഷ്ടിയായിട്ട് നടക്കുക. എന്തുവാടാ മൂപ്പ ഇതാരുടെയാ? ഇനി വാ വെച്ചേ, ഇതിനെടുത്തോണ്ട് പോ. മൂപ്പ ദൈവം അനുഗ്രഹിക്കട്ടെ. തല്ലരുതേ കൊച്ചാ. അപ്പൊ ശ്രദ്ധിക്കുക, മുക്കിക്കഴിയുമ്പോൾ ഇവനെ അടക്കുക. പൊങ്ങി വരുന്നത് ഉയർപ്പാണ്. സാറ് ഒരു പാട്ടിൻ്റെ വരി പാടി. സാറെന്ന് പറഞ്ഞാൽ തൈമൻ സാറാ. എല്ലാം സാറ് കളിച്ചിരിക്കുക. ബേബി സാറ്, തോമാ സാറ്, ചാക്കോ സാറ്, പാപ്പൻ സാറ്, പാപ്പി സാറ്. സാറ് സൈമൻ സാറാ. അപ്പം സാറ് എഴുതിയിരിക്കുന്ന പദമാ, വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവൻ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവൻ. അപ്പോൾ വെള്ളിക്ക് തോൽവി നൽകുന്ന വെള്ളത്തിനടിയിൽ ആ നേരത്തെ ജീവിച്ച കൊല്ലമെല്ലാം കൊള്ളിച്ചു. നേരത്തെ ജീവിതമല്ല അതിനടിയിലോട്ട്. ഉയർപ്പിൻ ചുകത്ത് നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. അപ്പൊ പൊങ്ങി വരുന്നത് പുതിയ സൃഷ്ടിയായിട്ടാണ്. ഇനിയും വായിച്ചോ, ക്രിസ്തുവേശുവിനെ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും. സ്വർഗത്തിലിരുത്തി. അപ്പൊ ഇരുത്തിയേക്കുന്ന എവിടാ? പറ. നമ്മൾ ഇരിക്കുന്ന എവിടാ? ഇരിപ്പൊന്നും കണ്ടാൽ മനസ്സിലാകുകയല്ല. അധമപാതാളത്തിൽ ഇരിക്കുമ്പോൾ അല്ല ഇരിക്കുന്നത്. പക്ഷെ വചനം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്വർഗ സന്തോഷം കൃത്തടത്തിൽ തന്നു. ഓടിച്ച് മുമ്പോട്ട് പോകുക. അപ്പോൾ 2 സ്വർഗത്തിൽ 3 അപ്രമേയ ധനം വിസ്തരിക്കുന്നില്ല. 4 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദം, അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. 5 ആത്മനിറവ്, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ ഒരു പദമുണ്ട്. 15 മുതൽ വായിച്ച് 5ന്റെ 15. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ട് നടക്കുവാൻ നോക്കുവാൻ, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളും, ബുദ്ധിക്കിരാകാന കർത്താവിന്റെ ഇഷ്ടവിനെ നിറഞ്ഞുകൊള്ളും, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ തുറന്നടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളും, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ അവിടെ
കർത്താവ് അമിതബലത്തിൽ ശക്തിപ്പെട്ടോണം. ഈ ദുഷ്ടലോകത്തിൽ പാപലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യം ആത്മശക്തിയാ. പൗലോസ് എഫേസ്യരോട് ഇത് പറയാൻ കാരണം എഫെസോസ് പട്ടണം മന്ത്രവാദികളുടെ ഈറ്റില്ലമാ. കെടികെട്ടിയ മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ആഭിചാരം ചെയ്യുന്ന അനവധി നിരവധി ആൾക്കാർ ഈ പട്ടണത്തിലുണ്ട്. ശുദ്രപ്രയോഗം ചെയ്യുന്ന നിരവധി ആൾക്കാർ എഫെസോസിലുമുണ്ട്. ഉണ്ട്. സ്തോത്രം. ആഭിചാരം ദുഷ്ടശക്തികളെ കൊണ്ട് പൂജ ചെയ്യുന്നവർ, അർത്തമീസിന്റെ വ്യാപാരം, മന്ത്രവാദികളുടെ ഹീറ്റില്ലം. അവിടെ വായിപ്പിക്കുന്നില്ല. യഹൂദന്മാർ വരെ മന്ത്രവാദി. ലൊട്ടിലെടുക്ക് മന്ത്രവാദിയല്ല, ഗ്രന്ഥപുസ്തകം വായിച്ച് പഠിച്ച മന്ത്രം. അതുകൊണ്ടതല്ല പുസ്തകം കത്തിച്ചത്. നാടഭാഷ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദി. മന്ത്രവാദത്തിലുണ്ട് ബിരുദാനന്തര ബിരുദം. അല്ല, ഓടിയുടെ പള്ളിക്ക് പിടിച്ച് ഓടി നടന്ന് വെട്ടുന്ന മന്ത്രവാദിയല്ല. അത് വേറെ സ്റ്റാൻഡേർഡ് കുറഞ്ഞത്, പൂങ്കോഴിയായിട്ട് പരക്കി ചുറ്റും നടക്കുന്നത് സ്റ്റാൻഡേർഡുള്ള മന്ത്രവാദി. അതുകൊണ്ട് ആ പുസ്തകം കത്തിച്ചത്. അതിൻ്റെ വില കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് അന്നത്തെ കാലത്ത്. അപ്പോൾ കോടിക്കണക്കിന് വിലമതിക്കുന്ന മന്ത്രത്തിൻ്റെ ഗ്രന്ഥം വെച്ച് പഠിച്ച കെടികെട്ടിയ മന്ത്രവാദികൾ, യഹൂദന്മാർ വരെ മന്ത്രവാദി, അർത്തമീസിൻ്റെ വ്യാപാരം. ഇങ്ങനെ വല്ലാത്ത പട്ടണമായി എഫെസോസ്. അവിടെ പൗലോസ് സഭ തുടങ്ങിയത്. മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞ് സഭാപ്രവർത്തനം നിർത്തിയില്ല, മന്ത്രവാദികളുടെ ഏറ്റിലെത്തിക്കൊണ്ട് സഭ തുടങ്ങി. ശുദ്രക്കാരും ബിംബാരാധികളും മന്ത്രവാദികളുണ്ടെന്ന് ഉറച്ച് പ്രവർത്തനം നിർത്തിയില്ല, അതിൻ്റെ ഏറ്റില്ലത്തിലോട്ട് കൊണ്ട് സഭ തുടങ്ങി. അത് പറയാതിരിക്കാനൊക്കത്തില്ല. സഭ തുടങ്ങിയപ്പോഴേ വെറും 12 പേരാ. അംഗുലീപരിതമാണ്. ആ പുരുഷന്മാരെല്ലാം കൂടെ 12ഓളം. പക്ഷേ 12 എണ്ണത്തിൻ്റെ ഗുണ എല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. എൻ്റെ ഭാഷ പറഞ്ഞ എല്ലാം മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതാണ്. പൗലോസ് അവരുടെ തലയെ കൈവച്ചപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു, പ്രവചിച്ചു, എല്ലാം കൂടെ. അപ്പോൾ ഈ 12 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുഭാഷ പറഞ്ഞ് ആ കർത്താവിനെ ആരാധിക്കുന്നവരാ. അവരുമായിട്ട് മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിൽ സഭ തുടങ്ങി. സംഭവിച്ചത് വിവരിക്കാൻ നേരമില്ല. മന്ത്രവാദികൾ ദൈവസഭയ്ക്കകത്ത് വന്നു. നീ അവരുടെ പക്ഷമല്ല ചേരുന്നത്, അവർ നിന്റെ പക്ഷം ചേരും. അങ്ങനെ എഫെസോസിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ. ആ സഭയോടാ പറഞ്ഞത് കർത്താവിലും അമിതബലത്തിൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ. ഈ മന്ത്രവാദികൾ അതിനകത്ത് വന്നെങ്കിലും മന്ത്രവാദത്തിൻ്റെയും ദുഷ്ടശക്തികളുടെ വ്യാപാരമുണ്ട് ഇവിടെ. ഈ ദേശം അങ്ങനെ വ്യാപാരമുള്ള സ്ഥലമാണ്. അർത്തമീസിൻ്റെ വ്യാപാരമുണ്ട്. അവിടെ നിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ഈ ദുഷ്ടലോകത്തിൽ എനിക്കും നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. യേശുവിൻ്റെ ശക്തി ആവശ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്